പ്രിയപ്പെട്ട കൂട്ടരെ, ഏവർക്കും നൈസ് തിങ്കേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ് കൂട്ടുകാരുടെ 5ാമത്തെ യൂണിറ്റുമായിട്ടാണ്. ബൂന്തോം കാ ഗീത്. ബൂന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളി, ഡ്രോപ്സ്. ബൂന്തോം ബൂന്തോം വെച്ചാൽ ഡ്രോപ്സ്, തുള്ളികൾ, വെള്ളത്തുള്ളികളുടെ ഗീത്, ഗാനം, പാട്ട്. അപ്പോൾ വെള്ളത്തുള്ളികളുടെ പാട്ട് എന്നതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ യൂണിറ്റിൻ്റെ പേര്. വളരെ മനോഹരമാണ് ജലത്തുള്ളികളുടെ ഗാനം കേൾക്കാൻ. ഈ ആദ്യത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മുകേഷ് നൗട്ടിയാലിൻ്റെ ഏക് ദോ തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രകഥയാണ്. ചിത്രകഥ കേൾക്കാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ വേഗം നമുക്ക് ചിത്രകഥയിലേക്ക് കടക്കാം. ചിത്രമേ ക്യാ ക്യാ ഹൈ? ചിത്രമേ एक घर, लटका, बिलौडा, जेल मुर्गियाँ, पेड़, നദി, അത് भी देखते हैं അല്ലേ? എന്തൊക്കെയാ? വീട്, ഖറുണ്ട്, ലട്ക, ഒരു ആൺകുട്ടിയെ കാണുന്നുണ്ട്, പിന്നെയോ ബില്ലൗഡ മീൻസ് പൂച്ചക്കുട്ടി, ബില്ലി പൂച്ച, ബില്ലൗഡ പൂച്ചക്കുട്ടി, പൂച്ചക്കുട്ടിയുണ്ട്. ജൽമുർഗിയോം എന്ന് വെച്ചാൽ കുളക്കോഴികളുണ്ട്. നദി, പേട് വൃക്ഷം, ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കൂ, മേരാ ഘർ സുസവാ നദി കെ കിനാരെ ഹൈ. മേരാ ഘർ, മേരാ എൻ്റെ, ഘർ വീട്, മേരാ ഘർ എൻ്റെ വീട്, സുസവാ നദി കെ കിനാരെ ഹൈ. സുസവ എന്ന പേരുള്ള നദി കെ കിനാരെ ഹൈ, സുസവ നദിയുടെ തീരത്താണ്, കെ കിനാരെ സമീപം, നദിയുടെ സമീപത്താണ്. ഓക്കെ, കുട്ടി പറയുകയാണ് എന്താ? മേരാ ഘർ സുസവാ നദി കെ കിനാരെ ഹൈ, എൻ്റെ വീട് സുസവാ നദിയുടെ തീരത്താണ്. വഹീം, അവിടെ, ജൽമുർഗിയോം കാ ഏക് പരിവാർ ഫി രഹതാ ഹൈ. വഹീം കഹാം? സുസവാ നദി കെ കിനാരെ, സുസവാ നദിയുടെ തീരത്ത്, വഹീം അവിടെ, എവിടെ? സുസവാ നദിയുടെ തീരത്ത്, ജൽമുർഗിയോം മീൻസ് കുളക്കോഴികൾ, ജൽമുർഗിയോം കാ കുളക്കോഴികളുടെ, ഏക് പരിവാർ മീൻസ് ഫാമിലി, കുടുംബം, ഒരു കുടുംബം, രഹതാ ഹൈ. വഹീം ജൽമുർഗിയോം കാ ഏക് പരിവാർ ഫി രഹതാ ഹൈ, ആ നദിയുടെ തീരത്ത് ഒരു കുളക്കോഴിയുടെ കുടുംബവും കൂടി താമസിക്കുന്നുണ്ട്. ഓക്കെ, ജൽമുർഗിയോം കാ ഏക് പരിവാർ ഫി രഹതാ ഹൈ, കുളക്കോഴികളുടെ കുടുംബവും താമസിക്കുന്നു. ക്ലിയർ? आज सुबह जलमुर्गी के चूसे मेरे घर में घुस आए. आज ഇന്ന്, സുബഹ് രാവിലെ, മോർണിംഗ്, ആജ് സുബഹ് ഇന്ന് രാവിലെ, ജൽമുർഗി കെ ചൂസെ, ജൽമുർഗി കുളക്കോഴി, ജൽമുർഗി കെ ചൂസെ, ജൽമുർഗിയുടെ കുളക്കോഴികളുടെ ചൂസെ മീൻസ് കുഞ്ഞുങ്ങൾ, കുളക്കോഴി കുഞ്ഞുങ്ങൾ, മേരെ ഘർ മേ ഘുസ് ആയേ, എൻ്റെ വീട്ടിലേക്ക് വന്നു. ബാഹർ ദോ ജൽമുർഗിയാം जोर से चिचिया रही थी. बाहर പുറത്ത്, ദോ ജൽമുർഗിയാം, ദോ ജൽമുർഗിയാം രണ്ട് കുളക്കോഴികൾ, സോർ സെ ഉച്ചത്തിൽ, സോർ എന്ന് വെച്ചാൽ ഉച്ചത്തിൽ, ചിച്ചിയാ രഹി ഥീ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, കുഞ്ഞുങ്ങൾ, അവരുടെ ഒരു കുടുംബം മുഴുവൻ എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിലേക്ക് കയറി വന്നു അല്ലേ? ആ സമയം പുറത്ത് രണ്ട് കുളക്കോഴികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. നോക്കൂ, മേംനെ ദീവാർ കി ഓണ്ട് മേം ഏക് ബില്ലൗട്ടാ ദേക്കാ. മേംനെ ഞാൻ, ദീവാർ കി ഓണ്ട് മേം ചുവരിന്റെ മറകിൽ, ഏക് ബില്ലൗട്ടാ ദേക്കാ ഞാൻ ആ ചുവരിന്റെ മറകിൽ ഒരു ബില്ലൗട്ടയെ കണ്ടു. ബില്ലൗട്ട എന്താണ്? ബില്ലി, പൂച്ച, ബില്ലൗട്ട പൂച്ചക്കുഞ്ഞ്, ഒരു പൂച്ചക്കുഞ്ഞിനെ ചുവരിന്റെ മറകിലൂടെ കണ്ടു. മുझे देखकर ബില്ലൗട്ട ഭാഗ് ഗയാ. മുझे देखकर എന്നെ കണ്ടിട്ട്, ബില്ലൗട്ട കിറ്റൻ ആ പൂച്ചക്കുഞ്ഞ്, ഭാഗ് ഗയാ അവിടെ നിന്ന് ഓടിപ്പോയി. ലേക്കിൻ പക്ഷേ, ജൽമുർഗിയാം ഷോർ മച്ചാത്തി രഹീം എന്നാൽ ആ കുളക്കോഴികളോ, ഷോർ മച്ചാത്തി രഹീം ഉച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. മേംനെ ഫീദർ ജാക്കർ ദേഖ. മേംനെ ഞാൻ, ഫീദർ മീൻസ് അകത്ത്, ജാക്കർ ദേഖ അകത്ത് പോയി നോക്കി. ഏക് ചൂസ ഫർഷ് പർ ഥ. നോക്കൂ, ഏക്ക് ഒന്ന്, ചൂസ നമ്മൾ നേരത്തെ പറഞ്ഞു കുളക്കോഴിയുടെ കുഞ്ഞ്, ഫർഷ് പർദ, ഫർഷ് മീൻസ്
തറ, ഫ്ലോർ, അവിടെ വീടിനകത്ത് തറയിൽ തന്നെ ഉണ്ട്. ദൂസര രണ്ടാമത്തെ ആളോ സോഫയ്ക്ക് നീച്ചെ, സോഫയുടെ അടിയിൽ, കെ നീച്ചെ അടിയിൽ. ഒരു കുളക്കോഴിക്കുഞ്ഞ് എവിടെയുണ്ട്? വീടിനകത്ത് തറയിലുണ്ട്. അടുത്ത ആള് സോഫയുടെ അടിയിൽ നിൽപ്പുണ്ട്. മേംനെ ഞാൻ, ഉനേം അവയെ, ഉൻകെ അവരുടെ, മാം ബാപ്പ്ക്കെ ഹവാലേ കർദിയ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചു. ഓക്കെ, മേംനെ ഞാൻ, ഉനേം അവയെ, ആ കുളക്കോഴിക്കുഞ്ഞുങ്ങളെ, ഉൻകെ അവരുടെ, മാം ബാപ്പ്ക്കെ അച്ഛനമ്മമാരുടെ കയ്യിലെന്ത് ചെയ്തു? ഹവാലേ കർദിയ. ഹവാലേ കർദിയ മീൻസ് ഏൽപ്പിക്കുക, അവരുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് ഏൽപ്പിച്ചു. പാർ ജൽമുർഗിയാം ഷോർ മച്ചാത്തി രഹീം. പക്ഷേ അപ്പോഴും ജൽമുർഗിയാം, ആ കുളക്കോഴികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഷോർ മച്ചാത്തി രഹീം, ഉച്ചത്തില് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. ഏക്ക് മച്ചർ ഫിൻഫിനാ രഹാദ. ആ സമയം ഏക്ക് മച്ചർ, മച്ചർ മീൻസ് കൊതുക്, മൊസ്കിറ്റോ. ഏക്ക് മച്ചർ ഒരു കൊതുക്, ഫിൻഫിനാ രഹാദ. ഫിൻഫിനാ രഹാദ മീൻസ് എന്താ? മൂളി പറന്നുകൊണ്ടിരുന്നു. കൊതുക് ശബ്ദം ഉണ്ടായിക്കൊണ്ടേ നടക്കാറുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു കൊതുക് മൂളി പറന്നുകൊണ്ട് നടന്നു. ഉസേ ഫാഗ്നെ ലിയേ മേംനെ താലി പീഠി. താലി പീഠി മീൻസ് കൈയടിക്കുക. ഓക്കെ, ഉസേ അതിനെ, ഫാഗ്നെ ലിയേ അതിനെ ഓട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? മേംനെ ഞാൻ, താലി പീഠി കൈ കൊട്ടി. താലി പീഠി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊട്ടുക എന്നാണ് അർത്ഥം. ഓക്കെ, ആവാസ് സുൻകർ പലങ്ക് കെ നീച്ചെ ചുപ്പാ ചൂസ തേസി സെ ബാഗർ ഫാഗ. നോക്കൂ, ആവാസ് സുൻകർ, ആവാസ് ശബ്ദം, കൈയടിക്കുന്ന ശബ്ദം, സുൻകർ കേട്ട്, പലങ്ക് കെ നീച്ചെ, പലങ്ക് മീൻസ് കട്ടിൽ, പലങ്ക് കെ നീച്ചെ കട്ടിലിൻ്റെ അടിയിൽ, ചുപ്പ ഒളിച്ചിരുന്ന, ചൂസ നമ്മുടെ കുളക്കോഴിക്കുഞ്ഞ്, തേസിസെ ബാഗർ ഫാഗ വേഗത്തിൽ, ബാഗർ ഫാഗ പുറത്തേക്ക് ഓടി. അപ്പോൾ അവിടെ 2 കുളക്കോഴിക്കുഞ്ഞുങ്ങളായിരുന്നില്ല ഉണ്ടായിരുന്നത് അല്ലേ? നമ്മുടെ കുട്ടി അവിടെ ചെല്ലുമ്പോൾ 2 പേരെയാ കണ്ടത്. ഒരാളെ ഫർഷ് തറയിലും, ഒരാളെ സോഫയ്ക്ക് നീച്ചെ സോഫയുടെ അടിയിലും കണ്ടു അല്ലേ? ആ സമയത്ത് ആ കൊതുക് വന്നതും കൊതുകിനെ ഓട്ടിക്കുന്നതിനായിട്ട് കൈയടിച്ചതും. ആ ശബ്ദം കേട്ടപ്പോൾ നമ്മുടെ ചൂസ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്ന ചൂസ എന്ത് ചെയ്തു? വേഗം പുറത്തേക്ക് ഓടി. പർ മുർഗിയാം ഡഡി രഹീം. നോക്കൂ, പക്ഷേ ജൽ മുർഗിയാം കുളക്കോഴികൾ ഡഡി രഹീം, ഡഡി രഹീം മീൻസ് പോകാൻ കൂട്ടാക്കിയില്ല. അവൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ കൂട്ടാക്കിയില്ല. എന്തോ കാര്യമുണ്ട്. നോക്കൂ, മേംനെ ഹർ ജഗ ഖോജ. മേംനെ ഞാൻ, ഹർ ജഗഹ് ഖോജ. ഹർ ജഗഹ് ഖോജ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവിടെ എല്ലായിടവും തിരഞ്ഞു. ഹർ എല്ലായിടവും എന്ത് ചെയ്തു? ഖോജ അന്വേഷിച്ചു, തിരഞ്ഞു. ബാത്റൂം മേം ദോ ചൂസെ പാനി മേം ഖേൽ രഹേ ഥേ. നോക്കുമ്പോൾ എന്താ കണ്ടത്? ബാത്റൂമില് ദോ ചൂസെ 2 കുളക്കോഴി കുഞ്ഞുങ്ങൾ, പാനി മേം ഖേൽ രഹേ ഥേ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ കളിച്ച് രസിക്കുകയാണ്. 2 കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കളിക്കുന്നു. മേംനെ ഉനേം പക്കട ഓർ ബറാമദേ മേം ഛോഡ് ദിയ. ഞാൻ എന്ത് ചെയ്തു? ഉനേം അവയെ, പക്കട പിടിക്കുക, അവയെ പിടിച്ച്, ഓർ ബരാമദേ മേം ഛോഡ് ദിയ എന്നിട്ട് ബരാമദേ മീൻസ് വരാന്ത, വരാന്തയിൽ ഛോഡ് ദിയ ഉപേക്ഷിച്ചു, വരാന്തയിൽ കൊണ്ടുവന്ന് ആക്കി. ജൽമുർഗിയോം നെ ഏക് നസർ അപ്പനെ ചൂസോം കോ ദേഖ. ജൽമുർഗിയോം കുളക്കോഴികൾ, ഏക് നസർ മീൻസ് നോട്ടം, ഒരു നോട്ടം, അപ്പനെ ചൂസോം കോ ദേഖ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി. നോക്കൂ, ആദ്യം വീടിനകത്തുനിന്ന് 2 കുളക്കോഴി കുഞ്ഞുങ്ങളാണ് പുറത്തേക്ക് വന്നത് അല്ലേ? തറയിൽ നിന്ന കുഞ്ഞും സോഫയുടെ അടിയിൽ നിന്ന കുഞ്ഞും പുറത്തേക്ക് വന്നു. അതിനുശേഷം കട്ടിലിനടിയിലിരുന്ന കുഞ്ഞ് കൊതുകിനടിക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു. പിന്നീടോ ബാത്റൂമിൽ 2 കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവരും പുറത്തേക്ക് വന്നു. 5 കുഞ്ഞുങ്ങളും പുറത്തേക്ക് വന്നപ്പോൾ കുളക്കോഴികൾ എന്ത് ചെയ്തു? തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി. ഫിർ നദിക്ക് തരഫ് ദൗഡ് പടി. ഫിർ അതിനുശേഷം എന്ത് ചെയ്തു? നദിക്ക് തരഫ് ദൗഡ് പടി, നദിയുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? പോയി, നദിയിലേക്ക് പോയി, ദൗഡ് പടി ഓടി. പാഞ്ചോം ചൂസേ ഫി ഉൻകെ പീച്ചെ പീച്ചെ ചലേ ജാ രഹേ ഥേ. പാഞ്ചോം ചൂസേ 5 കുളക്കോഴി കുഞ്ഞുങ്ങളും, ഉൻകെ പീച്ചെ പീച്ചെ അവരുടെ അച്ഛനമ്മമാരുടെ പിന്നാലെ, ചലേ ജാ രഹേ ഥേ അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നു.
उस दिन मैम ने जाना कि जेल मुर्गियों को भी गिनती आती है. ഉസ് ദിൻ ആ ദിവസം മേനെ ജാനാക്കി എനിക്ക് മനസ്സിലായി ജൽ മുർഗിയോം കോഫി ഗിൻതി ആത്തി ഹേ എന്താ കുളക്കോഴികൾക്കും എണ്ണാൻ അറിയാം. ആദ്യം 2 കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ കുളക്കോഴികൾ പോയോ? ഇല്ല, അവിടെ ബഹളം വെച്ചുകൊണ്ടിരുന്നു അല്ലേ? പിന്നീട് കട്ടിലിനടിയിൽ നിന്നുള്ള കുഞ്ഞ് വന്നപ്പോഴോ? അപ്പോഴും പോയില്ല, അപ്പോഴും അവർ അവിടെ തന്നെ നിന്നു ഇല്ലേ? എന്നാൽ 5 കുഞ്ഞുങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ കുളക്കോഴികൾ എന്ത് ചെയ്തു? നദിയിലേക്ക് പോയി. എങ്ങനെയുണ്ട് ചിത്രകഥ? കൂട്ടുകാർക്ക് ഇഷ്ടമായോ? അപ്പോൾ ഈ പാഠത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.